Hey, hello, this is me Archana. So, welcome to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം വേറൊന്നുമല്ല ഹാംസ്റ്റർ കോമ്പാറ്റ്. ഇപ്പോൾ ട്രെൻഡിങ് ആണ്. ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫുള്ളി എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ അതിലുള്ള ടാസ്കുകൾ, എയർ ഡ്രോപ്പ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ലോങ് ആയത് കാരണം ഞാൻ ഇൻഡിവിജ്വലി ഓരോരോ ടാസ്കുകളും പിന്നെ എയർ ഡ്രോപ്പ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള 3 വീഡിയോസ് സെപ്പറേറ്റ് ഇടാമെന്ന് വിചാരിച്ചു. സോ അതിൽ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് വേറെ ഒന്നുമല്ല, നമുക്ക് എങ്ങനെ എയർ ഡ്രോപ്പിലൂടെ വാലറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. സോ ഗൈസ്, എയർ ഡ്രോപ്പിലൂടെ എങ്ങനെ വാലറ്റ് തുടങ്ങുന്നത് എന്നാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിൽ ആക്ച്വലി 0 ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് പൈസകളൊന്നും നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ തന്നെ അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചിട്ട് നമ്മൾ കുറേ കോയിൻസ് ഏൺ ചെയ്ത് വെക്കാം. അത് ജൂലൈയിൽ റിലീസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ കുറേ പേർക്ക് അങ്ങനെ റിച്ച് ആവാൻ വേണ്ടി സാധിക്കും എന്നാണ് ഇതുവരെ കേട്ടിട്ടുള്ളത്. സോ ഗൈസ്, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. എയർ ഡ്രോപ്പ്, അതായത് ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് എയർ ഡ്രോപ്പിൽ വാലറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ എത്ര കോയിൻസ് ഉണ്ടാക്കിയിട്ടും ടാപ്പ് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ ആ കോയിൻസ് ഒക്കെ വേസ്റ്റ് ആണ്. അതായത് ഗൈസ്, ഇതിൽ എയർ ഡ്രോപ്പ് വാലറ്റിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, അല്ലാതെ വെറുതെ ഇങ്ങനെ ആ വായുവായിട്ട് എയറാക്കി വിടാനല്ലല്ലോ. നമ്മൾ ശേഖരിക്കുന്ന ഓരോ കോയിനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും നമുക്ക് പൈസ കിട്ടുക ചെയ്യുക ഗൈസ്. ഓരോ കോയിനാണ് ഒരു ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത്ര റേറ്റ് എന്ന് പറയുക. അതിപ്പോൾ 1 രൂപ ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കോയിൻസ് ശേഖരിക്കാൻ പറ്റും. ഏറിപ്പോയ ഒരാൾക്ക് എന്തൊക്കെ വന്നാലും 1 lakh അബോവ് കോയിൻസ് ശേഖരിക്കാൻ പറ്റും. ആ കോയിന് 1 രൂപയാണെങ്കിൽ തന്നെ നമുക്ക് എത്ര പൈസ കിട്ടി ഗൈസ്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത് വായുവിലാക്കി നിങ്ങൾ കളയരുത്. അതിനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ എയർ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഹാംസ്റ്ററിലേക്ക് കടന്നു വിചാരിച്ചു ഫസ്റ്റ് തന്നെ ഒന്നും അറിയാത്ത ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഹാംസ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ ഞെക്കി അങ്ങനെ നമ്മൾ ബ്രോൺസിലെത്തുന്നു. കുറച്ച് നേരം ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് പോയിന്റ്സ് കിട്ടും, അതായത് കുറച്ചല്ല കുറച്ചധികം. അതായത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഹവറിനുള്ളിലായിട്ട് 1 lakh പോയിന്റ്സ് കിട്ടും. 1 lakh എന്നൊക്കെ പറഞ്ഞാൽ ടാപ്പ് ചെയ്താൽ കിട്ടും അത്രയും. ഇതൊന്നും അല്ല കേട്ടോ, ഇനി ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ ഇഷ്ടംപോലെ കിട്ടാണ്ട്. പക്ഷേ ഈ ഏണിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഡെയിലി റിവാർഡായിട്ട് നമുക്ക് 500 പോയിന്റ്സ് കിട്ടും. അവരുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5000 പോയിന്റ്സ് കിട്ടും. പിന്നെ അവരുടെ എക്സ് ട്വിറ്ററിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 5000 കിട്ടും. ഇൻവൈറ്റ് ഫ്രണ്ട്സ് ആണ് പിന്നുള്ള ഓപ്ഷൻ. ഈ ഒരു കോയിൻസ് നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്രോഫിറ്റ് പെർ ഹവർ എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റ്സ് ആണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ബിഗിനറിന്റെ 3rd സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഇതിലേക്ക് കടന്നു, കുറച്ച് നേരം ടാപ്പ് ചെയ്തു, പിന്നെ ഏണിൽ പോയിട്ട് കുറേ ഡെയിലി പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഏൺ ചെയ്തു. ഇനി നിങ്ങൾ എയർ ഡ്രോപ്പ് സെക്ഷൻ ആണ്, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഈ സ്റ്റെപ്പ് വൈസ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പ്രോഫിറ്റ് പെർ ഹവറിൽ എയർ ഡ്രോപ്പ് തുടങ്ങാതെ ഒരൊറ്റ പോയിന്റ് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലോസ്റ്റ് ആണ്. സോ ഗൈസ്, എയർ ഡ്രോപ്പിൽ വാലറ്റ് തുടങ്ങുക, അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എയർ ഡ്രോപ്പ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. മേ ബി ഒരു ബിഗിനർക്ക് ഇപ്പോൾ എയർ ഡ്രോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ കമ്മിങ് സൂൺ ആയിരിക്കും കാണുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഫസ്റ്റ് മുതൽ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് കയറി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിവാർഡ് പോയിന്റ്സ് ഒക്കെ കിട്ടും. അതിനുശേഷം നിങ്ങൾ വീണ്ടും എയർ ഡ്രോപ്പിലേക്ക് വന്നിട്ട് വാലറ്റ് തുടങ്ങാനുള്ള പരിപാടിയിലേക്ക് പോകുക. കണക്ട് യുവർ ടോൺ വാലറ്റ് ടാപ്പ് ചെയ്തിട്ട് ഓപ്പൺ വാലറ്റ് ഇൻ യുവർ ടെലിഗ്രാം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ, ഐ അഗ്രി, കണ്ടിന്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് ടോൺ എന്ന് കാണും. അതിനുശേഷം നിങ്ങൾ കണ്ടോ ഇമെയിലായിട്ട് നിങ്ങൾക്ക് സെക്യൂരിറ്റി സെറ്റപ്പ് ചെയ്ത് വെക്കാനുള്ളതും മാനുവലി ചെയ്ത് വെക്കാനുള്ളതുമാണ്. സോ ബാക്കപ്പ് മാനുവലി നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റിക്കവറി ഫേസ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. കുറേ വേർഡ്സ്, ആ വേർഡ്സ് ഒക്കെ നമ്മളൊന്നില്ലെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. സോ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. കുറേ പൈസേൻ്റെ കളിയാണ്, അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. സോ ഗൈസ്, നമുക്കതിൻ്റെ ടെസ്റ്റിംഗ് ടൈമാണ്. ഒരു സാർ കൊണ്ടുപോകും നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് 3 വേർഡ്സ് ചോദിച്ചിട്ടുണ്ടാകും. അതിൽ ഫസ്റ്റ് 1, സെക്കൻഡ് 1, തേർഡ് 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇടയിൽ കൂടി ആയിരിക്കും നമുക്ക് ചോദ്യം ചോദിക്കുന്നുണ്ടാവുക. അത് നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനുവലി സെറ്റപ്പ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇമെയിൽ ത്രൂ ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ടെലിഗ്രാമിൻ്റെ വാലറ്റ് പോയിട്ടുണ്ടെങ്കിൽ ടോൺ ബീറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്കവറി മെയിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സെഷൻ കാണും. അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് നോ റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൽ ഐ ഡിയിൽ നിന്ന് ഒരു മെസ്സേജ് വരും. ഐ മീൻ ഒരു കോഡ് വരും. അത് മേ ബി ജങ്കിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ. അങ്ങനെ നിങ്ങളെ മെയിലായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുൾ സേഫായി, നമ്മളെ വാലറ്റ് സെറ്റായി. ഇനി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കോയിൻസ് ഏൺ ചെയ്യാം.
ഇത് ജൂലൈയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോയിൻ്റെ റേറ്റ് എത്രയാണോ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് പൈസക്കാരാകാൻ വേണ്ടി പറ്റും. ഓമകനെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് അടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അടിച്ചു കയറി വാ. അപ്പോൾ ഗൈസ് ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ ടാസ്കുകൾ പറയുന്ന ഒരു ഇൻഡിവിജ്വൽ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നാളായിട്ടുണ്ടെങ്കിൽ ഇടാം, കാരണം ജൂലൈയിലല്ല ഗൈസ്, ഇതിന് ടൈമില്ലല്ലോ. അപ്പോൾ നമുക്ക് ടാസ്കുകൾ ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ആയിട്ട് പറയുന്ന 2 ടാസ്കുള്ളൂ, വേറെ കൂടുതൽ ടാസ്കൊന്നുമില്ല. ഈ ടാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മില്യൺ കോയിൻസൊക്കെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആണ്. ഇങ്ങനെ ടാപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ടാപ്പ് ചെയ്തോളൂ കേട്ടോ, വേറെ കാര്യം. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ഫോർ ഇറ്റ്. നൗ ബൈ.